നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ചിലപ്പോൾ നിശബ്ദതയാണ് ഏറ്റവും ശക്തമായ മറുപടി. ആത്മസംയമനമാണ് ഏറ്റവും വലിയ ശക്തി. വിജയമാണ് ഏറ്റവും മികച്ച പ്രതികരണം. ശുഭദിനത്തിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിയർ. 2005 ഇന്ത്യയിൽ വെച്ച് നടന്ന 7 മത്സരങ്ങളുള്ള ക്രിക്കറ്റ് ഏകദിന പരമ്പര. ശ്രീലങ്കയും ഇന്ത്യയും തമ്മിലാണ് മത്സരം. ആദ്യത്തെ 3 മത്സരങ്ങളിലും ഇന്ത്യ വിജയിച്ചു. 4ാമത്തെ മത്സരം കൂടി ജയിച്ചാൽ പരമ്പര ഇന്ത്യക്ക് സ്വന്തം. 4ാമത്തെ മത്സരം നടന്നത് പുനെയിൽ. ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക 261 റൺസ് എടുത്തു. വളരെ ആത്മവിശ്വാസത്തോടെ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യക്ക് 180 റൺസ് എടുത്തപ്പോഴേക്കും 6 വിക്കറ്റുകൾ നഷ്ടമായി. മുൻനിര ബാറ്റ്സ്മാൻമാരായ സച്ചിൻ, സേവാഗ്, യുവരാജ് സിംഗ്, രാഹുൽ ദ്രാവിഡ്, ഇർഫാൻ പഠാൻ, വേണുഗോപാൽ റാവു എന്നിവർ പുറത്തായി. ഇന്ത്യ പരാജയം മണത്തു തുടങ്ങി. ക്രീസിൽ നിൽക്കുന്നത് MS ധോണിയും സുരേഷ് റെയ്നയും. പരമ്പര നഷ്ടപ്പെടാതിരിക്കാൻ ശ്രീലങ്കയ്ക്ക് ജയിച്ചേ തീരൂ. അതിനായി എല്ലാ അടവുകളും അവർ പുറത്തെടുക്കാൻ തുടങ്ങി. തെറിവാക്കുകൾ പറഞ്ഞ് എതിരാളിയെ പ്രകോപിപ്പിക്കുകയും മാനസിക സമ്മർദ്ദത്തിലാക്കുകയും അതുവഴി അവരുടെ ഏകാഗ്രത നശിപ്പിക്കുകയും ചെയ്യുക. അതായിരുന്നു ആ തന്ത്രം. അക്കാലത്ത് വെടിക്കെട്ട് ബാറ്റ്സ്മാൻ എന്നറിയപ്പെടുന്ന MS ധോണിക്കെതിരായിരുന്നു റഷ്ലൽ അർണോൾഡ് ഈ തന്ത്രം പുറത്തെടുത്തത്. പക്ഷേ ശ്രീലങ്കൻ തന്ത്രം പാളി. ധോണി എന്ന ബാറ്റ്സ്മാനെ മാത്രമേ അവർക്ക് അറിയാമായിരുന്നുള്ളൂ. ധോണിയുടെ അച്ചടക്കത്തെ പറ്റിയും ആത്മസംയമനത്തെ പറ്റിയും അവർക്ക് അറിയാമായിരുന്നില്ല. അർണോൾഡിന്റെ തെറിവിളികളെ ധോണി ഒട്ടും ഗൗനിച്ചില്ല. അവ കേട്ടതായി പോലും നടിച്ചില്ല. അദ്ദേഹം അല്പം പോലും പ്രകോപിതനായില്ല. മാനസിക സമ്മർദ്ദം ഒട്ടുമില്ലാതെ കളിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വിജയം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. വെടിക്കെട്ടൊന്നും നടത്താതെ സിംഗിൾസും ഡബിൾസും മാത്രം എടുത്ത് പതിയെ പതിയെ അദ്ദേഹം മുന്നേറി. ധോണിയെ പുറത്താക്കാൻ ശ്രീലങ്ക എല്ലാ അടവുകളും പ്രയോഗിച്ചു. പക്ഷേ അവയൊന്നും ധോണിയുടെ മുന്നിൽ ചെലവായില്ല. ഒടുവിൽ ഒരു പടുകൂറ്റൻ 6 അടിച്ച് ധോണി ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചു. ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നമുക്ക് പല പ്രതിസന്ധികളും നേരിടേണ്ടി വന്നേക്കാം. പലതരത്തിലുള്ള പരിഹാസങ്ങളും വിമർശനങ്ങളും കേൾക്കേണ്ടി വന്നേക്കാം. അതിലെല്ലാം പ്രകോപിതമായി മറുപടി പറയാൻ നിന്നുകൊടുത്താൽ നമുക്കൊരിക്കലും നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയില്ല. വിജയം ഒരു സ്വപ്നമായി മാത്രം അവശേഷിക്കും. അതിനാൽ ക്ഷമയോടും ആത്മസംയമനത്തോടും കൂടി ശാന്തമായി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറുക. അത് തീർച്ചയായും വിജയത്തിലേക്ക് നയിക്കും. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിയർ.